അതിപ്പോൾ നമുക്ക് പറയാം, അല്ലെങ്കിൽ പലരും ചോദിച്ചു എന്നോട് എന്ത് വന്ന് പെട്ടെന്ന് തുറന്ന് പറഞ്ഞില്ല. എൻ്റെ കലാജീവിതത്തിലോ വ്യക്തിപരമായ രീതിയിലോ എനിക്ക് യാതൊരുവിധ ഇത്തരം ആരോപണങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാവരും മാറ്റി നിർത്തിയിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആരോപണ വിധേയരായ മാറ്റി നിർത്തുക, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാന്നുള്ള തീരുമാനത്തിലാണ്. സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ നടന്മാരായ ബിജു സോപാനം, SP ശ്രീകുമാർ എന്നിവർക്കെതിരെ നേരത്തെ കേസെടുത്തിരുന്നു. നടന്മാരിൽ ഒരാളാണ് ലൈംഗികാതിക്രമം നടത്തിയതെന്നാണ് നടിയുടെ പരാതിയിൽ പറയുന്നത്. മറ്റൊരാൾ നടിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പരാതി. വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് ബിജു സോപാനം. എന്തുകൊണ്ട് പെട്ടെന്ന് തുറന്നു പറഞ്ഞില്ലെന്ന് പലരും ചോദിച്ചു. എൻ്റെ കലാജീവിതം ആരംഭിക്കുന്നത് 30 വർഷം മുമ്പാണ്. അതിനിടയിൽ ഇതുവരെ ഇങ്ങനൊരു ആരോപണം ഉണ്ടായിട്ടില്ല. എല്ലാവരുമായും വളരെ സൗഹൃദപരമായിട്ടാണ് മുന്നോട്ട് പോയത്. പിന്നെ പ്രോഗ്രാമിൽ ചില തർക്ക വിഷയങ്ങൾ ഉണ്ടാകും. കാരണം ആദ്യത്തെ എപ്പിസോഡ് മുതൽ ഞാനുള്ള സമയം വരെ സ്ക്രിപ്റ്റ് അടക്കം എല്ലാ കാര്യത്തിലും ഞാൻ ഇടപെടും. എനിക്ക് എന്തൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റുമെന്നതിൻ്റെ പ്ലാറ്റ്ഫോം കൂടിയാണ്. അതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തന്നിട്ടുണ്ട്. തിരുത്തലിനൊക്കെ അനുവാദം തന്നിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ പല തർക്ക വിഷയങ്ങളും അവിടെ ഉണ്ടായിട്ടുമുണ്ട്. അകത്താകുമെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കാര്യമാക്കി എടുത്തിട്ടില്ല. അതിൻ്റെ ഭാഗമാണോ ഇതെന്ന് എനിക്കറിയില്ല. ഒരു ലൈംഗിക അതിക്രമണ പേരിൽ ആര് പരാതി കൊടുത്താലും അറസ്റ്റാണ്, FIR ഇടും. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. നമ്മൾ മാത്രമല്ല, കുടുംബം പേടിച്ചു പോകും. എനിക്കൊരു മകളുണ്ട്. പരാതി കൊടുത്തത് ഒരു സ്ത്രീയാണെന്നറിയാം. എൻ്റെ ഭാര്യ സ്ത്രീയല്ലേ, എൻ്റെ മകൾ സ്ത്രീയല്ലേ, അമ്മ, സഹോദരിമാർ ഇവരുടെയൊക്കെ ഇടയിൽ ഇറങ്ങി നടക്കാനാകുമോ? പക്ഷേ ധൈര്യം എന്താണ്? അങ്ങനെ ഒരു സംഭവമില്ലെന്ന് എനിക്കറിയാം എന്നതാണ്. പക്ഷേ പറഞ്ഞാൽ വിശ്വസിക്കുമോ? കൃത്യമായ ഗൈഡൻസ് ഉണ്ടായിരുന്നതിനാലാണ് ഇതുവരെ സംസാരിക്കാതിരുന്നത്. ആവശ്യമില്ലാതെ വായിട്ടലയ്ക്കാതെ നിയമോപദേശം തേടി. ഇപ്പോൾ സംസാരിക്കാൻ സമയമായി, അതിനും പരിധിയുണ്ട്. ലൈംഗിക അതിക്രമം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൂക്ഷിച്ചു നോക്കിയാലൊക്കെ ലൈംഗിക അതിക്രമമാണല്ലോ. പക്ഷേ ലൈംഗിക അതിക്രമത്തിനൊപ്പം ഇത് വീഡിയോയിൽ പകർത്തി എന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇതൊക്കെ കണ്ട് മിഥുനത്തിലെ ഇന്നസെന്റ് ചേട്ടനെ പോലെ നിൽക്കാൻ കാരണം അത്ര ധൈര്യമുണ്ട്. കാരണം ഈ വീഡിയോ പകർത്തി എന്ന് പറയുന്ന മൊബൈൽ ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറി. അവർ അതിനകത്ത് നോക്കട്ടെ, അത് വരട്ടെ, അതിനുള്ള സമയം എനിക്ക് തരണം. അപ്പോൾ എന്താണെന്നും ഗൂഢാലോചനയുടെ ഭാഗമാണോ, ആരെങ്കിലും പറഞ്ഞു തെളിയിച്ചതാണോ എന്നൊക്കെ മനസ്സിലാകുമെന്നും ബിജു സോപാനം പറയുന്നു. ഉപ്പുമുളകിലെ നിങ്ങൾ ഇഷ്ടതാരവും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും മടിക്കാതെ കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.